ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2ൻ്റെയും മൊഡ്യൂൾ 3ൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര റിംഗ് തിയറി. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. മൊഡ്യൂൾ 2ൽ വരുന്ന ഹോമോമോർഫിസം ആൻഡ് ഫാക്ടർ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് ആദ്യമേ വരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹോമോമോർഫിസിൻ്റെ ഡെഫിനിഷനാണ്. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ആ മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ തന്നെ ഹോമോമോർഫിസം ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിനും ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു വലിയ തിയറമാണ്. പക്ഷേ ഈ തിയറത്തിൽ കുറേ കുഞ്ഞു തിയറമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇൻ ആർ, ദെൻ 5 ഈസ് ഈക്വൽ ടു 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇൻ ആർ ഡാഷ്. അത് ഒരു തിയറമാണ്. ഇനി എ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 5 - a ഈസ് ഈക്വൽ ടു -5 ഇത് അടുത്ത തിയറമാണ്. ഇനി എസ് ഈസ് എ സബ്റിങ് ഓഫ് ആർ, ദെൻ 5 ഈസ് എ സബ്റിങ് ഓഫ് ആർ ഡാഷ്. അപ്പോൾ ഇത് 2 മാർക്കിന് വേണമെങ്കിൽ ഒരെണ്ണം മാത്രം ചോദിക്കാം, 4 മാർക്കിന് 2 or 3 എണ്ണം ചോദിക്കാം, ഈ ഫുൾ തിയറം 15 മാർക്കിന് ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. 15 മാർക്ക്, 2 മാർക്ക് മുതൽ 15 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഡെഫിനിഷനാണ് കേർണലിൻ്റെ ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഹോമോമോർഫിസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും എനിക്ക് അധികം കളയാനൊന്നും പറ്റില്ല കേട്ടോ. അടുത്തതും ചോദിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഈ പറയുന്ന A+H=H+A എന്ന് പറയുന്നത് കോസെറ്റ് ആണെന്നൊക്കെ പറയുന്നത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ തിയറം പഠിച്ചു വയ്ക്കാം. പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് നമ്മൾ കളയുന്നുണ്ട്. ഇത് കൊറോളറി കളയേണ്ടതാണ്, പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1 ആണെങ്കിൽ കേർണൽ 0 ആയിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഫാക്ടർ ഓർ കോഷ്യൻ റിങ്, അതായത് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിങ്, ആ റിങ്ങിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഐസോമോർഫിസം തിയറമാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ തിയറത്തിൻ്റെ 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാൻ പറ്റുന്ന തിയറമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ തിയറമായിരിക്കും 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിളിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആ തിയറം തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയുന്ന ഒരു തിയറമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ ഞാൻ പറഞ്ഞ ഹോമോമോർഫിസിൻ്റെ പ്രോപ്പർട്ടി വരുന്ന 2 മാർക്ക് ടു 15 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, അതേപോലെ തന്നെ ഐസോമോർഫിസത്തിൻ്റെ ഞാൻ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ആണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ അടുത്തത് ഡെഫിനിഷനാണ്, ഐഡിയലിൻ്റെ ഡെഫിനിഷനാണ്. ഐഡിയലിൻ്റെ ഡെഫിനിഷനും ഐഡിയലിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഐഡിയലുമായിട്ട് ബന്ധപ്പെട്ടൊരു കൊറോളറി പറയുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഐഡിയലിൻ്റെ പ്രോപ്പർട്ടീസ്. ആ കൊറോളറിയാണ് ഈ മൊത്തം പ്രൂഫ് വരുന്നത്. അപ്പോൾ വലിയതാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കണമല്ലോ. പിന്നെ ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറമാണ് വരുന്നത്. അതിൽ ലെറ്റ് n be an ideal of a ring, then nu from R to R mod n given by nu of x is equal to x plus n റിംഗ് ഹോമോമോർഫിസം ആണ്. ഈ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. പിന്നെ വരുന്ന തിയറവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതിലൊന്നും ഒഴിവാക്കാനൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അവസാനത്തെ തിയറങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ കുഞ്ഞു മൊഡ്യൂളാണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2 സെക്ഷനേ ആകെ ഉള്ളൂ. അപ്പോൾ ഒരു സെക്ഷനെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയലാണ്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അതുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു തിയറം വരുന്നുണ്ട്. അപ്പോൾ ആ തിയറവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് മാക്സിമൽ ആൻഡ് പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷൻ ചോദിക്കും കേട്ടോ. മാക്സിമൽ ഐഡിയലിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. അതുമായിട്ടൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഇതൊക്കെ കുറച്ച് പാടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയടാ. ഇതേപോലത്തെ ഒരു തിയറം എന്താണ്, ഐഡിയലും അതേപോലെ തന്നെ അടുത്ത ഫീൽഡിലും വരുന്നുണ്ട്. അതായത് ഐഡിയലും വേറൊരു സാധനമുണ്ട്, മാക്സിമൽ ഐഡിയൽ വരുന്നുണ്ട്. ഓക്കെ, മാക്സിമൽ ഐഡിയലിനകത്ത് ഈ ഒരു തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എം മാക്സിമൽ ഐഡിയലാണെങ്കിൽ ആർ മോഡ് എം ഫീൽഡ് ആയിരിക്കും എന്ന് പറയുന്ന തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലെ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ. ഒരു കൊറോളറിയാണ്, ജസ്റ്റ് വായിച്ചു വിടുക. ആ തിയറമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലും ഉണ്ട്. അപ്പോൾ മാക്സിമൽ ഐഡിയലിന് ഇപ്പോൾ പറഞ്ഞ തിയറം പോലെ പ്രൈം ഐഡിയലിന് വേറൊരു തിയറം ഉണ്ട്. അപ്പോൾ പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതേപോലെ തന്നെ നോക്കി
ആർ മോഡ് n ആണ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഈസ് എ പ്രൈം ഐഡിയൽ. മറ്റേത് നമ്മൾ ഫീൽഡ് ആയിരുന്നു, ഫീൽഡ് വിത്ത് മാക്സിമൽ ഐഡിയൽ, ഇത് ഇൻ്റഗ്രൽ ഡൊമൈൻ വിത്ത് പ്രൈം ഐഡിയൽ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തിയറവും 4 മാർക്കിനോ 15 മാർക്കിൻ്റെ എസ്സേ പാർട്ടിലോ ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൈം ഫീൽഡൊക്കെ വരുന്നുണ്ട്, ആ തിയറമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇത് നല്ല തിയറമാണ്. ഫീൽഡ് എഫ് ഈസ് എയ്തർ ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി ഓർ സബ് ഫീൽഡ് ഐസോമോർഫിക് ടു ക്യൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് നല്ല തിയറമാണ്, പറ്റുമെങ്കിൽ അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ പ്രൈം ഫീൽഡിൻ്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്, പിന്നെ ഐഡിയൽ സ്ട്രക്ചർ ഇൻ എഫ് ഓഫ് എക്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ സാധനങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഇതായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എവരി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ ഐഡിയൽ. അപ്പോൾ പ്രിൻസിപ്പൽ ഐഡിയൽ എന്താണെന്നുള്ള ഡെഫിനിഷനും പ്രിൻസിപ്പൽ ഐഡിയലിൻ്റെ തിയറംസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഇറഡ്യൂസിബിൾ ആണെന്ന് പറയുന്ന തിയറും ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടു യൂണീക്ക് ഫാക്ടറൈസേഷൻ ആണ്. അതധികം ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു തിയറും ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് പറഞ്ഞത്. ഈ പറയുന്ന എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 3 കിടക്കുവാണ്. അത് 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആണ് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യമേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷനൊക്കെയാണ്, എളുപ്പമാണ്. അതേപോലെ തന്നെ ഇക്വലൻസ് റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യുന്നത്, അതൊക്കെ എളുപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റും. പിന്നെ ഇറഡ്യൂസിബിൾ ഒരു എലമെൻറ്റിനെ വെച്ചിട്ട് പറയുന്ന ഡെഫിനിഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റത് പോളിനോമിയലിനെ വെച്ചിട്ടായിരുന്നു പറയുന്നത്. പിന്നെ യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ്റെ ഡെഫിനിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഡെഫിനിഷൻ തന്നെ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ അറിയണമെങ്കിലും ഡെഫിനിഷൻ അറിയണം. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറമാണ് എവരി പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ഈസ് എ യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ. അതിനാദ്യമേ ഒരു ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ട് ഒരു ലെമ്മ പഠിക്കുന്നുണ്ട്. ആ ലെമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ 4 മാർക്കിന് ചോദിക്കാൻ പറ്റും. അത് പേര് കൂടി ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഫോർ എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആണ് വരുന്നത്. നോക്കിയടാ, എവരി എലമെൻറ്റ് ദാറ്റ് ഈസ് നെയ്തർ 0 നോർ എ യൂണിറ്റ് ഇൻ ഡി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ് എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ജസ്റ്റ് ജനറലൈസേഷനൊക്കെ വരുന്നുണ്ട്, അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഒരു കൊറോളറി ഒക്കെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ പി ഡിവൈഡ്സ് എ ബി ഇംപ്ലൈസ് എയ്തർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി. ആ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ കുറച്ച് തിയറംസൊക്കെ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് തിയറംസ് ആണ്, കൂടുതലും ജനറലൈസേഷനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ പഠിച്ച് വെച്ചേക്കുക. പിന്നെ നോക്കിയാൽ ഡി ഈസ് എ യു എഫ് ഡി ആൻഡ് ദെൻ ഡി ഓഫ് എക്സ് ഈസ് എ യു എഫ് ഡി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവരി പി ഐ ഡി ഈസ് എ യു എഫ് ഡി എന്ന് പറയുന്ന തിയറം പഠിക്കണം. പിന്നെ ഈ ലെമ്മ കണ്ടോ, ഗോസ് ലെമ്മ പേരുള്ളതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഗോസ് ലെമ്മ നിങ്ങളടുത്ത് എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ട് ചോദിക്കും. ഗോസ് ലെമ്മ നിങ്ങൾക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഇതിലൊക്കെ ഞാൻ ഏത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണമെന്ന് അറിയത്തില്ല, കുറേ ലെമ്മകളുണ്ട്. അപ്പോൾ ആ ലെമ്മകളിൽ പേരുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറേ ലെമ്മാൻ്റെ തിയറം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്, കുറവ് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ എവരി പി ഐ ഡി ഈസ് എ യു എഫ് ഡി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് യൂക്ലിഡിയൻ ഡൊമൈനാണ്. യൂക്ലിഡിയൻ ഡൊമൈൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. യൂക്ലിഡിയൻ ഡൊമൈൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കുക. യൂക്ലിഡിയൻ ഡൊമൈൻ്റെ ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവരി പി ഐ ഡി ഈസ് എ യു എഫ് ഡി എന്ന് പറയുന്ന തിയറം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ എവരി യൂക്ലിഡിയൻ ഡൊമൈൻ ഈസ് എ പി ഐ ഡി എന്ന് പറയുന്ന തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് യൂക്ലിഡിയൻ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ. യൂക്ലിഡിയൻ ഡൊമൈൻ ആണെങ്കിൽ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയിരിക്കും, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആണെങ്കിൽ യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മാറി മാറി ചോദിക്കാറുണ്ട്, 4 മാർക്കിൻ്റെ എസ്സേ പാർട്ടിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ യൂക്ലിഡിയൻ ഡൊമൈനിൽ പിന്നെ കുറച്ച് തിയറംസ് ഒക്കെ വരുന്നുണ്ട്. ആ തിയറംസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഇമ്പോർട്ടൻ്റ് ആണല്ലെന്ന് പറയാൻ പറ്റില്ല. യൂക്ലിഡിയൻ അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന തിയറമാണ്. യൂക്ലിഡിയൻ അൽഗോരിതം എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന തിയറമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 2 and 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു പഠിക്കുക. ബാക്കി പേപ്പേഴ്സിൻ്റെയൊക്കെ നോട്ട്സ് PDF ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു.